നാരിയൽ കാ പാനി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ഭായ് സാബ്, ഏക് നാരിയൽ പാനി. नहीं स्ट्रॉ नहीं चाहिए. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വായിലിട്ടാന്ന് ആർക്കറിയാം. നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ വൃത്തിയും വെടിപ്പും അറപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ. പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. हाँ कितने? 30 रुपए. 30 रुपया? डिस्काउंट नहीं है? नहीं डिस्काउंट नहीं है. हाँ, ये केरल का नारियल पानी है? ये पोल्लाची का है. पोल्लाची का? हाँ, ബാക്കി പൈസ ദേ ദോ നാ. മലയാളീസിനെ മണ്ടന്മാരാക്കണ്ട. ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 രൂപ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കണേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. നോ ടെൻഷൻ, സിമ്പിൾ. ഈ നിത്യാഭ്യാസി ആനെടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്തു പോയി കുടിക്കണോ? ഓടോ. ഞാൻ പോയിട്ട് കാര്യമില്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു വലിച്ചു കുടിക്കായിരുന്നല്ലേ? അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളുന്നത്. ഓരോരുത്തരും പകർച്ചവ്യാധിയും വരുമെന്ന് ഇപ്പൊ കിടന്ന് ആദ്യം പിടിക്കുന്ന കണ്ട. മോളെ മാവന്റെ വയറ് തടഞ്ഞു തന്നെ. അയ്യോ കുട്ടി, പെട്ടെന്ന് പെൻസിൽ പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമാൻ മലയൊക്കെ വന്നിട്ട് പോണ ഫിഗറാ. ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്കുക? ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. ഇപ്പൊ ശരിയാക്കി തരാം. എന്നാൽ ഇത് എവിടെന്ന്? നാരിയൽ പാനി. ഇതെങ്ങനെ? നത്തിങ് ഈസ് ഇംപോസിബിൾ. മുട്ടണ്ട, തുറക്കില്ല. അതല്ല, എന്തോ ഒരു സാധനം നേരെ വന്ന് എന്റെ തലയിലിടിച്ച്. നേരെ ചൊവ്വേന്ന് മംഗൾയാൻ വന്നിടിച്ചത്. അതൊന്നും അല്ല. കുടിക്കൂ. താങ്ക് യു. ഞാനിത് വലിച്ച് കീറട്ടെ? വേണ്ട, ട്രെയിൻ പാവോ. എന്നാലും വേണ്ട. എന്നാ തന്നെ വലിച്ച് കീറട്ടെ? അയ്യോ, അതൊട്ടും വേണ്ട. ഈ സ്റ്റേഷനില് ചായ പഴയ പഴം ഒന്നുമില്ലേ? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അയ്യോ, എന്താ ഇത്? കുത്തബ് മീനാറോ? രുദ്ര, എന്താ ഇതൊക്കെ? ഞാൻ ഇന്നലെ വന്ന് റൂം എടുത്തെല്ലാം സെറ്റപ്പ് ആക്കി. എന്റെ കൈ കൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം മോക്ക് തരണമെന്നാ മുതലാളി പറഞ്ഞ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഏർപ്പാടാക്കാം. കുറവാ? ഇത് തന്നെ 10 പേർ കഴിക്കാനുണ്ട്. ഒറ്റയടിക്ക് കഴിക്കൂ. കണ്ടാ പറയില്ലട്ടാ. കേട്ടില്ലേ? ഇത് കണ്ട എല്ലാരും എന്നെ കളിയാക്കും. ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ? അത് ഹലോ അച്ഛാ. മോള് രുദ്രനെ ചീത്ത വിളിക്കുകയാണോ? എന്തിനാ അച്ഛാ ഇത്രയും ഭക്ഷണം കൊടുത്തു വിട്ടത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്കത് കുറവായിട്ടാ തോന്നിയത്. അച്ഛാ, മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉറക്കം ഒഴിച്ച് പടം വരച്ച് ആരോഗ്യം കളയരുത്. എന്തു പറ്റി? അച്ഛൻ വഴക്കു പറഞ്ഞു. പടം വരയ്ക്കുന്നത് അച്ഛന് ഇഷ്ടല്ല.
ഈശ്വരൻ തന്ന ഈ കഴിവ് ഒരു അനുഗ്രഹമായിട്ടല്ലേ കാണേണ്ടത്. വിഷമിക്കണ്ട, എനിക്കിഷ്ടായി. അതെ, നല്ല വിശപ്പുണ്ട്. ഇതിന്ന് കുറച്ച് ഭക്ഷണം തന്നാ ഞാനത് കഴിച്ചിട്ട് എവിടെയെങ്കിലും മിണ്ടാതെ കിടന്നോളാം. നല്ല ടേസ്റ്റ്. കുറച്ച് കൂടുന്നോ? ഓ കുറച്ച് കൂടുതലുണ്ട്. തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ഏയ് ചേട്ടാ കഴിക്ക്. ആ സാമ്പാർ കെടുക്കും ഇങ്ങോട്ട് കുത്തി ഒഴി മറിക്കങ്ങോട്ട് തോണ്ടി കളിക്കണ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലമില്ല എനിക്ക്. ശീലണ്ട. ജയിലിൽ നിന്നാണോ വരുന്നേ? മിക്കവാറും ഞാൻ ജയിലിൽ പോകും. കുഞ്ഞെ, ഞാൻ അപ്പുറത്തെ ബോഗയിലുണ്ട്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി ചേട്ടാ. വിളിക്കാം. താങ്ക്സ് മസലേട്ടാ. ഓ ഓ. ഇതെന്ത് ജീവി? ഒരു മങ്കി ക്യാപ്പ് വെച്ചിരിക്കണ കണ്ട. എന്നാന്ന്? മങ്കി ക്യാപ്പ് ഇട്ടിട്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആലോചിക്കായിരുന്നു. ഫാൻ കറങ്ങുന്നില്ലല്ലോ. ശരിയാ, കറങ്ങണില്ല. ഞാനൊന്ന് നോക്കാം. ഏയ് വേണ്ട, സാരില്ല. സാരുണ്ട്, ഞാനിപ്പോ ശരിയാക്കി തരാം. സാരില്ലെന്ന കുട്ടി പറഞ്ഞില്ല, പിന്നെ തനിക്കെന്താണോ? സാരുണ്ട്. ഇത് ശരിയാക്കി ഇവിടെ എല്ലാവർക്കും കാറ്റ് കിട്ടൂലേ? ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ കയറി അങ്ങോട്ട് മുടക്കിക്കോളും. കൊനഷ്ടൻ. എന്താണോ ഈ ഫാൻ കറങ്ങിയ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ചേച്ചി, ഉറങ്ങിക്കോളൂ. കൃഷ്ണ, ലൂസ് കോണ്ടാക്ട്. സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കേ. ഒരു അശ്രദ്ധ മൂലം കാറ്റ് കിട്ടാണ്ട് പോയനെ ഇപ്പോ. ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ്. എവിടെ ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞല്ലാടോ. തനിക്കൊക്കെ എന്തിനു കേടാടോ? മര്യാദക്ക് വെളിച്ചത്തിൽ. ചേച്ചി ആ പാവത്തിനെ ചീത്ത പറയല്ലേ. ഇവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി കുഴക്കം ഞാൻ ഇന്നുമില്ല. അവന്റെ അമ്മയുടെ കോമൺ സെൻസ്. നീ ആരാ? പള്ളി മാസം എഞ്ചിനീയറാ? പോയി മേനെ കട്ടവൻ. മൊത്തത്തിൽ ഇരുട്ടാക്കിയിട്ട് ബാക്കിയുള്ളവന്റെ സീറ്റ് എവിടെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കറിയാം എന്റെ സീറ്റ് കണ്ടുപിടിക്കാൻ. എന്താടി കാണിക്കുന്നേ? ക്ഷമിക്കണം മകളെ, ഇരുട്ടത്ത് എനിക്കിങ്ങനെ പറ്റാറുള്ളതാ. സീറ്റേ എവിടെയാണ് സീറ്റ്? ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റില്ല. താങ്ക് ഗോഡ്. കുറച്ചു മുമ്പ് നിങ്ങളൊക്കെ ഈ മനുഷ്യനോട് ചൂടായി. ഈ ട്രെയിൻ ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ? അതെ, സോറി. എന്താ വിഷമിച്ചിരിക്കണേ? കുറച്ചു മണിക്കൂറുകൂടി കഴിയുമ്പോ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമെത്തും. ആ മിന്നാമിന്നിക്കൂട്ടം, നിലാവെള്ളി രാത്രി, പിന്നെ ഒക്കെ മാഞ്ഞു പോവില്ലേ?
നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പതാ ആ മരങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ അതെത്ര സ്പീഡിലാണ് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിന്? എവിടേക്ക് ഇതൊക്കെ ഓടിപ്പോണു?